ഹായ് ഗൈസ്, അപ്പോൾ വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ബെൽഫാസ്റ്റ് സൂവിലാണ്. അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ ബെൽഫാസ്റ്റ് സൂവിലേക്കുള്ളതാണ്. നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ബെൽഫാസ്റ്റ് സൂ സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ അയർലൻഡിലെ കൗണ്ടി ആൻഡ്രിമിലെ ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നോർത്തേൺ അയർലൻഡിൻ്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ 1934 ഈ ബെൽഫാസ്റ്റ് സൂ പ്രവർത്തനം ആരംഭിച്ചത്. 55 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഈ സൂവിൽ 120 പരം വ്യത്യസ്തമായ ബേഡ്സും ആനിമൽസും അതുപോലെ തന്നെ അതിൽ 1000-ഓളം പല വിഭാഗങ്ങളിലുള്ള പക്ഷിമൃഗാദികളും ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് റെയറായിട്ട് കാണാൻ പറ്റുന്ന ജിറാഫ്, ഏഷ്യൻ ആന, സിംഹം, ഗൊറില്ല, റെഡ് പാണ്ട, പെൻഗ്വിൻ തുടങ്ങിയ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ജീവികളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു കൺസർവേഷൻ സൂ ആയതിനാൽ വന്യജീവികളുടെ സംരക്ഷണവും അതുപോലെ തന്നെ ബ്രീഡിംഗ് പ്രോഗ്രാംസും ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫ്രീ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലോട്ട് കിടന്നു. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബെൽഫാസ്റ്റ് സൂവിൻ്റെ ഒരു മാപ്പ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഫുള്ള്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഓരോ ആനിമൽസിൻ്റെ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ 1, 2, 3 അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളോ കാണാനുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും ഇവിടെ ഓപ്ഷനുണ്ട്, എടുക്കാം. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ലഗേജോ കാര്യങ്ങളോ കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പോൾ വെക്കാനായിട്ട് 1 പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കീ ഉൾപ്പെടെ കിട്ടും. അപ്പോൾ കീ നമുക്ക് കൈ വെക്കാം. സാധനങ്ങൾ പല സൈസിലുള്ളത് വെക്കാനായിട്ടുള്ള ചെറിയ ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോപ്പൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പം തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. കോഫി, ടീ, ഹോട്ട് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഒരു ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോട് നിന്നൊരു കാർഡ് തന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പം നമുക്ക് ഫോട്ടോസ് ഈ കാർഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോസ് കിട്ടുമെന്നാണ് പറയുന്നത്. പൈസ കൊടുക്കണോ വേണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നമുക്ക് ട്രെയിൻ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞാൽ മതി. എക്സ്ട്രാ ക്യാഷ് പേയ്മെന്റ് ഉണ്ട് നമുക്ക് ഇതിന് ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പല ടൈമിങ്സിലാണ് ഇത് പോകുന്നത്. ആദ്യമേ ഒരു കയറ്റത്തിലാണ് തുടങ്ങുന്നത്. നല്ല കയറ്റമാണ്, നല്ല ക്ലൈമറ്റുമാണ്, വെയിലും ഉണ്ട്, തണുപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചുമ്മാ കയറ്റമല്ല കേട്ടോ. പോകുന്ന വഴികളൊക്കെ ഒരുപാട് നല്ല ഈ മൃഗങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നമുക്ക് പോകാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴേ റാബിറ്റിനെ കാണണോ? ഓക്കെ, വീട്ടിലൊരു ചോയുണ്ട് റാബിറ്റിന്റെ, അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് റേച്ചലിന്റെ വീഡിയോസ്, പിന്നെ ടിവിയിലൊക്കെ നമ്മൾ റാബിറ്റിനെ കണ്ടിട്ടുള്ളൂ, നേരിട്ടാണ് ആദ്യമേ കാണുന്നത്. വായോ അടുത്ത് വന്നപ്പോൾ മേടിച്ചു പോയി.
ഹൈഫൈ കൊടുത്ത് വാ ഇങ്ങോട്ട് വാ. എന്നാ ഒരു പേടിയൊക്കെ ഉണ്ട്. എന്നാ ഒരു പേടി. ഹൈഫൈ ാണോട്ടാ നീ? എന്റെ പഞ്ചാര കട്ടിയാണോട്ടാ നീ? ടാറ്റ കൊടുത്തേക്ക് അവർക്ക്, ടാറ്റ കൊടുത്തേക്ക്. നമ്മൾ ടിക്കറ്റ് എടുത്തത് 12 മണി തൊട്ട് 1 മണി വരെയുള്ള ടൈമിങ്ങിലാണ്. കാരണം അത് കാണിക്കുന്ന 1 അവറിന്റെ മാത്രമേ കാണിക്കുള്ളൂ. നമ്മൾ നേരത്തെ വന്നായിരുന്നു. അപ്പം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചെക്കിനായി നമ്മൾ കാണാൻ തുടങ്ങി. ഇവിടെയുള്ളൊരു മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ നമുക്ക് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഫീഡിങ് ടൈം നമുക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത ദിവസം അവൈലബിൾ ആണോ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയുവാണെങ്കിൽ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യുന്ന ആ സമയം നമുക്കിരുന്ന് കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. ഞാനിവിടെ കൊടുക്കാൻ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നേ. കുറേ ടൈപ്പ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, പിന്നെ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ ക്ലൈമറ്റും കൂടെ നോക്കിയിട്ട് വരിക. ഇന്ന് വന്നപ്പോഴത്തേനും നല്ല ക്ലൈമറ്റ് ആണെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് നല്ല ക്ലൈമറ്റ് ആണ്, ഇടയ്ക്ക് നല്ല റെയിനിങ് ഉണ്ടായിരുന്നു, തണുപ്പുണ്ട്. ഒരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ, ഇവിടെ ഈ ഒരു ആട് പോലത്തെ ഒരു സംഭവത്തിന്റെ ഒരു ഫെൻസൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പമ്മി നോക്കിയപ്പോൾ ഇവിടെ വേറൊരാള്. ആരാ ഇത്? എന്താണ്? കാട്ടക്കട എവിടെയാണ്? നിന്റെ വീട് എവിടെയാണ്? കാട്ടക്കട എവിടെയാണ്? പറ, നിന്റെ കൂടാണോ ഇത്? ഇനി നമ്മൾ ആലിസിനെ കാണാൻ പോകണം. ആലിസിനെ കാണാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. കയറി ഒളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ആലീസിനെ കണ്ടില്ല. ആലീസ് എന്റെ കൂട്ടി കയറി ഒളിച്ച്. പക്ഷെ നല്ല ഫെസിലിറ്റീസ് ആണ് കേട്ടോ ഇവർ ഒരുക്കിയിരിക്കുന്നത്. നല്ല വെള്ളം, അതുപോലെ തന്നെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ അതിന്റെ കൂടും അങ്ങ് എനിക്ക് ആ കൂട്ടിലായിരിക്കും ഇപ്പൊ ആശാൻ കയറി വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ കുറച്ച് മാപ്പൊക്കെ നോക്കിയാണ് പോയത്. പക്ഷെ പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോന്നിനെ കണ്ട് പിന്നെ മാപ്പൊന്നും നോക്കിയില്ല. പിന്നെ അങ്ങനെ അങ്ങ് കണ്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവായിരുന്നു. എല്ലാ ആനിമൽസിനെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇടവഴി കൂടെയും നമ്മൾ കയറണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ എന്നെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ആനിമൽസിനെ ഒക്കെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വരാനായിട്ട് പറ്റിയ സ്ഥലമാണല്ലോ. ഇനി നിങ്ങളെ ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാം. വായോ. സൂല് കണ്ടോണ്ടിരിക്കുമ്പോ ഐസ് പെയ്തിറങ്ങി, മഞ്ഞ് പെയ്തോണ്ടിരിക്കോട്ടെ. മഞ്ഞ് ഐസ് കല്ല് പോലെ മഴ പെയ്തോണ്ടിരിക്കുക. സൂപ്പർ. അതെന്നതാ? പെൻഗ്വിൻ. നമുക്ക് ഇതിന്റെയൊക്കെ പല വ്യൂസും ഉണ്ട്. വ്യൂസും കാണാൻ പറ്റും. ഇത് അണ്ടർ വാട്ടർ നമുക്ക് കാണാനായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നതാണ്. ഇതല്ലാതെ നമുക്ക് നേരിട്ടും കാണാനായിട്ട് പറ്റും. അതായത് അവര് മേളിൽ കൂടെ നടന്നു പോകുന്നതും അതുപോലെ. അപ്പൊ അതും കൂടെ കണ്ടാലോ? നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പെൻഗ്വിനെ ഇങ്ങനെ ഗ്ലാസ്സിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇതൊന്ന് തെറ്റി വരുന്നൊരു എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീക്കിളൊക്കെ ഉണ്ട്. നോക്കി, നൈസ് അല്ലേ? വെള്ളം തന്നെ കാണാൻ എന്ത് രസമാണ്. നോക്കി, ഫ്രഷ് വാട്ടർ അല്ലേ, നല്ല രസമുണ്ട് വെള്ളം കാണാനായിട്ട്.
ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വെളിയിൽ. ഇപ്പം ഞങ്ങൾ ഇതുപോലെ കയറി നിൽക്കുക. വരുമ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഷെഡിലേക്ക് കയറി നിൽക്കേണ്ടി വരും. പിള്ളേരെയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഇവിടെ വന്ന് ചെറിയ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ. നമുക്ക് പിള്ളേർക്കാണേലും അല്ലെങ്കിൽ ഇപ്പോൾ വീൽ ചെയറിലായാലും വരുവാണേലും അവർക്കെല്ലാം നല്ല അടുത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇത്. ചോദ്യമാണ് കേട്ടോ. റെയിൻ ഫോറസ്റ്റിൻ്റെ ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പം ക്ലോസ്ഡാണ്. എപ്പോഴും ഒരുപാട് പക്ഷികളൊക്കെ കാണുന്നതാണ് സാറിന് ഇതിൻ്റെ അകത്ത് ഉണ്ടോ. ഇനിയിപ്പോ ഈ 2 സൈഡിലും ഒക്കെ ആയിട്ട് ഓരോ ബേഡ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുവേ. പല തരത്തിലുള്ള നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. കാരണം അവരുടെ സൗണ്ടും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോഴത്തേനും നമുക്ക് നല്ല രസമാണ് കാണാൻ. ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും വല്ല സ്നാക്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടുന്ന് മേടിക്കാം. അത് എപ്പോഴൊക്കെയാണ് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ചെറിയ സ്നാക്സ് ഒക്കെ കൊണ്ടുവരുന്നത് നമുക്ക് നല്ലതാണ്. ഇപ്പോൾ തന്നെ നോർത്തേൺ ഐലൻഡിൻ്റെ കാലാവസ്ഥ നിങ്ങൾ നോക്കിയാൽ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി കാണും. അതിൻ്റെ ഇടയ്ക്ക് ഈ 1 മണിക്കൂറിനുള്ളിൽ കാറ്റ് വന്നു, മഴ വന്നു, മഞ്ഞ് പെയ്തു, അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ മൂടി നിൽക്കുന്ന കാലാവസ്ഥ. 4 കാലാവസ്ഥ ഈ 1 മണിക്കൂർ പെയ്തു. എല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് അയർലൻഡ്, നോർത്തേൺ അയർലൻഡ് ഈ ഒരു ഭാഗത്തെ കാലാവസ്ഥയാണ്. ഒരു ദിവസത്തിൽ 1 മണിക്കൂറിന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇനിയുണ്ട് ഒരുപാട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ടോയ്ലറ്റ്സ് ഉണ്ട്, അതുപോലെ സ്നാക്ക് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതുപോലെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെയാണ് നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചാണേ ഇതുണ്ടോ. കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ തേനീച്ചകളൊക്കെ കിടക്കുന്നത് കാണാം. അപ്പം എനിക്കൊന്നും ഇതൊരു ഫ്ലൈറ്റ് ട്രാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ല. പിന്നെ ഇതെന്ത് ഒരു ലിക്വിഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വെള്ളമാണെന്ന് തോന്നുന്നില്ല. കാരണം വെള്ളം കയറാനായിട്ടുള്ളൊരു ഇത് ഇതിൻ്റെ അവിടെ എങ്ങും കാണുന്നില്ല. ആനിമൽസിനൊക്കെ കാണാൻ പോകുമ്പോഴത്തേനും മറ്റേ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണാവേ. ഒരു 55 ഏക്കറിൽ ഇങ്ങനെ വിസ്താരമായിട്ട് കിടക്കുവാണ്. അപ്പം നല്ല ദൂരമുണ്ട്. അതുപോലെ തന്നെ കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കേവ് ഹിൽ എന്ന് പറഞ്ഞിട്ടൊരു ഹില്ലിന്റെ ഒരു മിഡിൽ പാർട്ടായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പോസ്റ്റായിട്ടൊക്കെ കണ്ടാ വരുന്നത്. അപ്പോൾ കുറച്ച് നല്ല കയറ്റമുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം ഇത് ട്രെയിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണെന്ന് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അടുത്ത് അവിടെ ചെന്ന് തിരിച്ചു വരാനെങ്കിലും ഉപകാരപ്പെടും അല്ലേ. അതെ അതെ. നോർത്തേൺ അയർലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൺറൈസ് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേവ് ഹില്ല്. ഇതിൻ്റെ ടോപ്പിൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു താഴെ വശത്തായിട്ട് നിൽക്കുവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നല്ല കിഡിലൻ ബെൽഫാസ്റ്റിൻ്റെ ഒരു ചെറിയൊരു വ്യൂവും ഈ സിറ്റിയുടെ ഒരു വ്യൂവും അതുപോലെ തന്നെ നമുക്ക് സ്റ്റെനാലൈനൊക്കെ വരുന്നത് കാണാം കേട്ടോ. സ്റ്റെനാലൈനിൽ കൂടെയാണ് ഞങ്ങൾ ലിവർപൂളിൽ നിന്ന് ബെൽഫാസ്റ്റിലോട്ട് ആദ്യമായിട്ട് വരുന്നത്, നോർത്തേൺ അയർലൻഡിലോട്ട്. അപ്പോൾ ആ കപ്പലാണ് കേട്ടോ വരുന്നത്. ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു കോഫി കുടിക്കാം. അതെങ്ങനെ പോകുന്നേ. അതുകൊണ്ട് ഒരു കോഫി കുടിക്കാം. കാണണം എന്നോർത്തൊരു ജീവിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ഏരിയാസിൽ വരുമ്പോൾ നമുക്കിതുപോലെ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ചില ഏരിയാസിൽ വരുമ്പോൾ പക്ഷെ കാണാൻ പറ്റും. ഞങ്ങൾ കുറേ നേരം ഒന്ന് നോക്കി, പക്ഷെ കാണാൻ പറ്റിയില്ല കേട്ടോ.
ഞങ്ങൾ വേറെ ഒരു സ്ഥലം കൂടെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ആ വുൾഫിനെ കാണാൻ സാധിച്ചു. ഇതാരാന്ന് മനസ്സിലായോ? നമ്മള് റാത്ലിൻ ഐലൻഡിൽ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, വിക്കൂന എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആളെ ഇവിടെ കാണാനില്ല. അപ്പുറത്തെ സൈഡിൽ അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേനും കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അവരത്തെ കണ്ടുകിട്ടിയിട്ടുണ്ട്, ദണ്ഡം നിൽക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ വരെയാണ് നമ്മുടെ ഈ സൂവിൻ്റെ ഒരു സൈഡ് തീരുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ആദ്യ തവണ ഞങ്ങൾ ഈ വഴി വന്നപ്പോൾ ഞങ്ങൾക്ക് ചീത്തേനെ കാണാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വഴി വരുമ്പോൾ ചീത്ത മുകളിലോട്ട് കയറി വന്നു. അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഇത് നമ്മുടെ ട്രെയിൻ പോകുമ്പോൾ ഇതിന് ഫുഡ് കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത് നമ്മളെ മുകളിലോട്ട് കയറി വരുന്നതും. അപ്പോൾ നമുക്കിതിനെ സുഖമായിട്ട് സ്പോട്ട് ചെയ്യാനും വീഡിയോസ് എടുക്കാനും ഒക്കെ സാധിക്കും. അല്ലെങ്കിൽ ആശാൻ താഴോട്ട് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ലോലാൻഡ് ഗൊറില്ലാസിനെ കാണാൻ കയറുന്നത് കേട്ടോ. ക്ലാസ് ക്ലിയർ അല്ലായിരുന്നു, പക്ഷെ കാണാൻ നല്ല രസമാണ്. ചെറുതൊക്കെ വന്നിട്ട് ചെറിയ ഗൊറില്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറുതൊക്കെ വന്നിട്ട് ക്ലാസ് വന്നിട്ട് തട്ടിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതുങ്ങളുടെയൊക്കെ നിപ്പ് കണ്ടോ, എന്നാ രസാ നോക്ക്. ഭയങ്കര ക്യൂട്ടാ കാണാനായിട്ടൊക്കെ. മോൻ കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇപ്പോഴും മാന്തുന്നുണ്ടേ. മാന്തിക്കൊണ്ടിരിക്കോ ഹോള് വരുന്നു. എടുത്തു അത് കുഴിച്ചിട്ടേക്ക് ഫുള്ള് ഹോൾ ഉണ്ടാക്കിട്ടേക്ക്. വെൽക്കം ടു ജിറാഫ് ഹൗസ്. ഈ സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഒരു അകത്തായിരുന്നു കേട്ടോ, ജിറാഫ് അകത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റി. പക്ഷെ ഫീഡിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ജിറാഫിൻ്റെ സ്ഥലത്ത് തന്നെ നമുക്ക് ഓസ്ട്രിച്ചിനെ കാണാൻ പറ്റും, കങ്കാരുവിനെ കാണാൻ പറ്റും, പിന്നെ ടൊർട്ടോയ്സിനെ കൂടെ നമുക്ക് കാണാൻ പറ്റും.
ഇനിയിപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മുടെ ഫോട്ടോ എടുത്തു വെച്ചത് മേടിക്കാനായിട്ട് പോയതാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവർ പല ഫ്രെയിമിലും കീ ചെയിനായിട്ടും പല ഷേപ്പിലും ഒരു ഫോട്ടോ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. എല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളും എല്ലാം വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേടിച്ച ഒരു വലിയ ഫോട്ടോ ആയിരുന്നു, ഒരു ഫ്രെയിം പോലത്തെ ചെറിയൊരു ഇതിനകത്ത് എടുത്തിട്ട് അതിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ ആയിട്ട്. അതിന് 12 പൗണ്ടാണ് അവർ ചാർജ് ചെയ്തത്. പക്ഷെ നല്ലതായിരുന്നു. നല്ല പല ബാക്ക്ഗ്രൗണ്ടൊക്കെ അവർ മാറ്റിത്തരും. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആയിരുന്നു. സൂനിയർ ഷോപ്പിലോട്ട് നമ്മൾ പോവാ കേട്ടോ. നമ്മൾ എക്സിറ്റ് വഴി നമ്മൾ പോവാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ബെൽഫാസ്റ്റ് സൂവിന്റെ അകത്തൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാ കാഴ്ചകളും കണ്ടു. 2 സാധനങ്ങൾ മാത്രമേ കാണാൻ പറ്റില്ല. ലയനെ കണ്ടില്ല, നമ്മൾ എലിഫന്റിനെയും കണ്ടില്ല. ബാക്കി എല്ലാം തന്നെ നമ്മൾ കണ്ടു. ഭയങ്കര നമ്മൾ ഒരുപാട് നോക്കി നടന്നാലേ അവിടെ എല്ലാ സാധനങ്ങളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ വഴി കൂടെ നമ്മൾ പോയി കഴിഞ്ഞാലേ നമുക്ക് എല്ലാത്തിനെയും കാണാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ മിസ്സായിട്ടുണ്ട്, അതായത് മിസ്സായിട്ടുണ്ട്. ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. നല്ല രസമാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ ബൈ.